വീഡിയോ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഈ ഒരു മൈനർ അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. മൈനർ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു അപ്ഡേറ്റും കാര്യങ്ങളുമാണ്. എന്താണെന്ന് വെച്ചാൽ ബഗ് ഫിക്സും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള അപ്ഡേറ്റാണ്. മേജർ അപ്ഡേറ്റ് അല്ല. മേജർ അപ്ഡേറ്റ് ഒരു ഒക്ടോബർ ആഗസ്റ്റ് ആ തീയതിയിലാണ് വരാൻ ചാൻസ്. കാരണം നോക്കുകയാണെങ്കിൽ PES ഈ ഫുട്ബോൾ 2022, 23, 24, 25 അപ്ഡേറ്റ് അല്ല. ആഗസ്റ്റ് ടു ഒക്ടോബർ, നവംബർ ആ സമയമാണ് അപ്ഡേറ്റ് നടക്കൽ. പിന്നെ ഒന്ന് നമ്മളെ ഡെയിലി എന്താണ് മെസ്സിൻ്റെ ഈ ഒരു കാണിച്ചാൽ ഷോപ്പ് പോയി നോക്കുകയാണെങ്കിൽ നമ്മൾ പാക്സ് ഉണ്ട്. പാക്കിൽ ഈ മെസ്സിൻ്റെയും നെയ്മറിൻ്റെ പാക്ക് 56 ദിവസം നമുക്ക് കാണാം. എന്തായാലും ഈ ഒരു പാക്ക് കഴിഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു അംബാസിഡർ പാക്കും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് 2026 അപ്ഡേറ്റും കാര്യങ്ങളും വരിക. ഈ ഫുട്ബോളിൽ എല്ലാ പാക്കും എക്സ്പയർ ആയിട്ടായിരിക്കും വരാൻ ചാൻസ്. അപ്പോൾ ഫുട്ബോൾ 2026 എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് അറിയാം. പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇതിനകത്ത്, നമുക്ക് ഇന്നലെ വന്നതാണ്. നമുക്ക് സർവേ ഓൺ ഈ ഫുട്ബോൾ പ്രിഫറൻസ് ആണ്. ഒട്ടുമിക്ക ഇന്ത്യയിലെ എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് സർവേ ചെയ്യുകയാണ്. കൊനാമിനോട് നമുക്ക് എന്താണ് കൂടുതലായിട്ട് PESൽ വേണ്ടത്, ഒപ്ഡേഷനിൽ എന്തൊക്കെ കൊണ്ടുവരണം, ചേഞ്ചസ് കൊണ്ടുവരണം എന്ന് നമുക്ക് അങ്ങോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ISLൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ എടുത്തിട്ടുണ്ട്. ഓക്കെ, റീജിയൻ ചോദിക്കുന്നുണ്ട്. റീജിയൻ നമ്മൾ ഇന്ത്യ കൊടുക്കുന്നു. ലാംഗ്വേജ് ഇംഗ്ലീഷാണ് കൊടുക്കുന്നത്. അഗ്രി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് സർവേ അടിക്കുക നമ്മൾ. ഓക്കെ, സർവേ അടിച്ചതിന് ശേഷം നമ്മൾ എന്താക്കുക, വാട്ട് ഈസ് ജെൻഡർ ഇതിലാണ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത വാട്ട് ഈസ് ഏജ് ചോദിക്കുന്നുണ്ട്. ഏജ് ഞാൻ 30 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത നമ്മൾ കൊടുക്കാൻ പോകുന്നത് ലൊക്കേഷനാണ്. ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്നത് കേരളയാണ്. നെക്സ്റ്റ് പേജ് അടുത്ത നമ്മളെ ഭാഷയാണ്. ഭാഷ എന്ന് വെച്ചാൽ അതർ നമ്മൾ മലയാളം കൊടുക്കുകയാണ്. മലയാളം ഭാഷയാണ്. മലയാളം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് പേജ് പ്ലീസ് സെലക്ട് യുവർ ഫേവറേറ്റ് ലീഗാണ്. അപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് കൊടുക്കുകയാണ്. നമ്മൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ലൈസൻസും കാര്യങ്ങളൊന്നും PESൽ അവൈലബിൾ അല്ല. സ്റ്റിൽ ഒരു ടീമിൻ്റെ പോലും ഇല്ല. അതുകൊണ്ടാണ് ആ ATKയും മുംബൈയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ISL നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഈ സർവേ ഓൾമോസ്റ്റ് ചെയ്യാനായിട്ടുണ്ട്. 56 ആയിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ ക്ലബ് പ്ലീസ് സെലക്ട് 3 ടീംസ് ദാറ്റ് യു ലൈക്ക് ആണ് ചോദിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള 3 ക്ലബിന് നമുക്ക് എടുക്കാവുന്നതാണ്. ബയേൺ, ബാർസലോണ ആൻഡ് ബാർസയും ബയേണും റയലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കൊടുക്കുകയാണ്. അടുത്ത ഔട്ട് ഓഫ് ദ ഫോളോയിങ് ഇന്ത്യൻ നാഷണൽ ടീം പ്ലേയേഴ്സ് പ്ലീസ് സെലക്ട് ദ 3 ഫുട്ബോൾ പ്ലേയേഴ്സ്. ഇന്ത്യയിലുള്ള 3 നല്ല പ്ലേയേഴ്സിനെ സെലക്ട് ചെയ്യുകയാണ്. ജിങ്കനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വിശാൽ കേത്തിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. സുനിച്ചെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അടുത്ത എന്താണെന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ദ ഫോളോയിങ് പ്ലേയേഴ്സ് പ്ലീസ് സെലക്ട് 3 ഫുട്ബോൾ പ്ലേയേഴ്സിനാണ് ചോദിച്ചിട്ടുള്ളത്. അന്ന് മെസ്സിനെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റുമിനിയെ കൊടുത്തിട്ടുണ്ട്. കുറേ പ്ലേയേഴ്സ് ഉണ്ട്. ഞാൻ ഇപ്പം ഇതെന്ന് കൊടുക്കുകയാണ്. കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ടെൽ യുവർ ഇൻഫ്ലുവൻസർ യു വാച്ച് ഫ്രീക്വൻ്റ്ലി. ഏത് ഇൻഫ്ലുവൻസറിനെ വാച്ച് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന് കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ കാര്യം ഞാൻ കൊടുക്കുകയാണ്. 19 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫിനിഷ് സർവേ ആണ്. ഓക്കെ, ഫിനിഷ് സർവേ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർവേ ഫിനിഷ് ആവുന്നതാണ്. ഓക്കെ, പരമാവധി എല്ലാവരും ഈ സർവേ ചെയ്യാൻ നോക്കുക. ഈ സർവേയിൽ നമുക്ക് ഇഷ്ടമുള്ള ലീഗ് എന്താണ്, ഇന്ത്യൻ സൂപ്പർ ലീഗ് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ടും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ പ്ലേയേഴ്സിനെ ആഡ് ചെയ്യും. ചിലപ്പോൾ ലൈസൻസ് കിട്ടിയാൽ ലൈസൻസും ആഡ് ചെയ്യുന്നതാണ് കൊനാമി. പല ടീമിൻ്റെ ലൈസൻസും കാര്യങ്ങളും ഇല്ല. വരുമ്പോൾ നമുക്ക് ലൈസൻസും കാര്യങ്ങളും കിട്ടുന്നതാണ്. ഓക്കെ, ലൈസൻസ് കിട്ടിയാൽ നമുക്ക് ഭയങ്കര കാര്യമാണ്. എത്ര കിലോമീറ്റർ